പ്രിയപ്പെട്ടവരെ, ഇന്നലെ വന്ന വാർത്ത നമ്മളെ ആകെ ഉള്ളുലച്ചു കളഞ്ഞു. 2 കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നുകളഞ്ഞത്. അരുംകൊലയുടെ ഞെട്ടൽ മാറാതെ തൃശൂർ പുതുക്കാട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. പ്രതി അനീഷ യൂട്യൂബ് നോക്കിയാണ് 2 തവണയും ശുചിമുറിയിൽ പ്രസവിച്ചത്. വയറിൽ തുണി കെട്ടിയാണ് ഗർഭാവസ്ഥ മറച്ചുവെച്ചത്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും അനീഷയ്ക്ക് പ്രസവത്തിന് സഹായമായി. അതേസമയം ആദ്യ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് മരണകാരണം കണ്ടെത്തുക വെല്ലുവിളി എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എസ് ശരണിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്. ശരൺ, നമ്മളെ ആകെ ഞെട്ടിച്ച കേസാണ്. 2 കുഞ്ഞുങ്ങളെയും 2 വർഷങ്ങളിലായിട്ട് ഈ അനീഷയും ഒപ്പം അനീഷയുടെ ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ വാർത്ത. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. എന്തൊക്കെയാണ് ആ കൂടുതൽ വിവരങ്ങൾ, ശരൺ? അരുൺകുമാർ, എന്തായാലും അരുൺകൊലയുടെ ഞെട്ടൽ നിന്ന് ഇപ്പോഴും നമുക്ക് വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല. ആ വിധത്തിൽ തന്നെ വലിയൊരു ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തിരുന്നത്, ഇന്നലെ പുറത്തുവരികയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ 2 പ്രതികളും, അതായത് അനീഷയും ഒപ്പം തന്നെ ഭാവിനും എനിക്ക് പിന്നിലായിട്ടുള്ള പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവരുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടപടികളും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഈ അനീഷ വീട്ടിൽ തന്നെയാണ് 2 തവണയും പ്രസവിച്ചത്. അപ്പോൾ അത് എങ്ങനെയാണ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മൊഴികളിലൂടെ വ്യക്തത വന്നിരിക്കുന്നത്. അതായത് യൂട്യൂബ് നോക്കിയാണ് അനീഷ വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ചത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. ഇതോടൊപ്പം തന്നെ 2 തവണയും ഗർഭാവസ്ഥ മറച്ചു വയ്ക്കാനായിട്ട് വയറിൽ തുണി കെട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നതാണ് അനീഷ. അപ്പോൾ അതെല്ലാം തന്നെ ഇതിനെ ഉപകാരപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അതായത് 2 കുഞ്ഞുങ്ങളുടെ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളുടെയും കൊലപാതകമല്ല, സാധാരണ മരണമാണെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അനീഷ ചെയ്തിരിക്കുന്നത്. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 2021 കഴിഞ്ഞ വർഷത്തെയും 2 കുട്ടികളുടെയും കൊലപാതകം തന്നെയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യ കുഞ്ഞിൻ്റെ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നതിൽ അല്ലെങ്കിൽ അതിലെ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ചില വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതായത് കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും വിദഗ്ധരുടെ അഭിപ്രായം തേടിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ചിടാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ കുഴിയെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കുഴിയെടുത്തപ്പോൾ അയൽവാസിയായ ഗിരിജ ഇത് കണ്ടതിനെ തുടർന്ന് താൻ ആ കുഴിച്ചിടാനുള്ള സ്ഥലം അത് മാറ്റി എന്നുള്ളത് ഇവർ പറയുകയും, അതായത് പ്രതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് മാവിൻ ചുവട്ടിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള മൊഴികളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും കാണേണ്ടത്, പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവർ കുറ്റസമ്മതം നടത്തിയിട്ടില്ല, അനീഷ കുറ്റസമ്മതം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നാണോ ഈ അസ്ഥി കൂടം, അതായത് അസ്ഥികൾ കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ആ കുഴിച്ചിട്ട സ്ഥലത്ത് പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 പേരുടെയും കുഞ്ഞുങ്ങളാണോ എന്നുള്ളതും പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധനയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തെക്കുറിച്ച് മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതായത് ഈ 2 പേർക്ക് മാത്രമാണോ, 2 പേരുടെയും ബന്ധുക്കൾക്കും അറിയാമായിരുന്നോ എന്നുള്ള കാര്യത്തിലും പോലീസിന്റെ പരിശോധനകൾ തുടരുകയാണ്. അരുൺകുമാർ. ഓക്കെ, തീർച്ചയായിട്ടും ശരൺ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. താങ്ക് യു ശരൺ.